പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം ഏശയ്യ 45 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഈശോ സദാ നമ്മെ സംരക്ഷിക്കുന്ന ഒരു തിരുവചന ഭാഗത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് കടന്നു പോകുന്നത്. ഇന്ന് തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് ചൂണ്ടിപ്പറയുവാനുള്ളത് വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോ പറയുന്നത് എങ്ങനെയാണ്? ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കുമായി ഈ ലോകത്തിൽ മറ്റൊരു ദൈവമില്ല, മറ്റൊരു കർത്താവില്ല. രക്ഷകനായി എൻ്റെ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഈശോ, സ്വർഗത്തിൽ തൻ്റെ പിതാവിനോടൊത്ത് വസിക്കേണ്ട യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മിൽ ഒരുവനായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ക്രൂശിതനായ ഈശോ ഇന്നും ഇനി ഒരിക്കലും ഈ ലോകത്തിൽ ഇതുപോലൊരു ദൈവം നമുക്ക് ഉണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, യേശു എന്ന രക്ഷകനാണ് നമ്മുടെ കർത്താവായ ദൈവം. ആ ദൈവത്തിൽ വിശ്വസിക്കുവാൻ, ആ ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. വചനം പറയുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ മറ്റൊരു ദൈവമില്ല. എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി രക്ഷകനായ യേശു ക്രിസ്തു അല്ലാതെ ഈ ലോകത്തിൽ മറ്റൊരു ദൈവമില്ലെന്ന് ഏത് വ്യക്തികളുടെ മുമ്പിലും, ഈ ലോകത്തിൻ്റെ മുമ്പിലും എനിക്കും നിങ്ങൾക്കും ഏറ്റുപറയുവാൻ എൻ്റെ നിങ്ങളുടെ അധരങ്ങൾ തുറക്കണം. പ്രിയപ്പെട്ടവരെ, തിരുവചനം പറയുന്നു, നീ എന്നെ അറിയുന്നില്ലെങ്കിലും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈശോയെ അറിയുന്നില്ലെങ്കിലും, ഈശോയിൽ നിന്ന് ഓടി ഒളിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, നമ്മുടെ ജീവിത വ്യഗ്രതയിൽ ലോകത്തിൻ്റെ സുഖമോഹങ്ങളിൽ മുഴുകി നടന്ന നിമിഷങ്ങളെല്ലാം നമുക്കൊന്ന് ഓർക്കുവാൻ സാധിക്കണം. ഈശോയെ അറിയാതെ, ഈശോയെ സ്നേഹിക്കാതെ, ഈശോയിൽ നിന്നും ഓടി അകന്ന നിമിഷങ്ങൾ. പ്രിയപ്പെട്ടവരെ, അപ്പോഴൊക്കെയും എൻ്റെയും നിങ്ങളുടെ സ്നേഹപിതാവായ ദൈവം സദാ നമ്മെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉള്ളം കയ്യിലെന്ന പോലെ എന്നെയും നിങ്ങളെയും കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയെല്ലാം ഞാനും നിങ്ങളും ഈശോയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ, അപ്പോഴെല്ലാം, എവിടെയെല്ലാം ഞാനും നിങ്ങളും ഈശോയെ വിട്ടുപോയിട്ടുണ്ടോ, ഏതെല്ലാം സാഹചര്യത്തിൽ, അപ്പോഴൊക്കെ എല്ലാം സദാ നമ്മെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന ദൈവം, സദാ തൻ്റെ ഉള്ളം കയ്യിൽ, വലത്ത് കയ്യിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന ദൈവം വചനം പറയുന്നു, ഞാൻ നിന്റെ അരമുറുക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, സദാ നമ്മെ കാത്തു സൂക്ഷിച്ച്, നമ്മുടെ അരമുറുക്കി നമുക്ക് ബലം നൽകി നമ്മെ കാത്തു സൂക്ഷിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുവാൻ, ദൈവത്തിൽ വിശ്വസിക്കാൻ, ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.